നമുക്ക് ചെയ്യാനുള്ളത് ഇതിലൊന്നും തലവയ്ക്കാതെ ആകാവുന്നത്ര ഒഴിഞ്ഞൊഴിഞ്ഞ് പോവുക. ആരെങ്കിലും നമ്മളെ വെല്ലുവിളിച്ചാൽ തന്നെ കേട്ടില്ല എന്ന് വയ്ക്കുക. ഈ സാധാരണ മനുഷ്യർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ എന്ന് പറയുമ്പോൾ ധൈര്യം കാണിക്കാനായിട്ട് ഇറങ്ങി ചെല്ലുക, അത് മണ്ടത്തരമാണ് വാസ്തവത്തിൽ. നമുക്ക് ആവശ്യമില്ലാത്ത റോഡിൽ നിന്നൊരുത്തൻ കള്ളു കുടിച്ച് നമ്മളെ വെല്ലുവിളിക്കുന്നു. അവൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ കത്തിക്കുത്ത് വാങ്ങേണ്ട കാര്യം എന്താ? അവനത് പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിക്കുക. ഇതേ അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റുള്ളൂ. വ്യക്തിതലത്തിൽ ചിലപ്പോൾ ഇറങ്ങി അവന് അയൽവക്കത്തുകാരെയും കൂട്ടിയിട്ട് ഇവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്ന് വരും. ബട്ട് അന്താരാഷ്ട്ര തലത്തിൽ അത് അനാവശ്യമായ ഇടപെടലാണ്. അപ്പോൾ ഭാരതം ഇപ്പം ചെയ്യുന്നത് ഇതിലൊന്നും തലവയ്ക്കാതെ നമ്മുടെ കാര്യം, സ്വന്തം കാര്യം നോക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളെ സമയത്തോളം ഇപ്പോൾ പരിഭ്രമിക്കാനായിട്ടൊന്നുമില്ല. നമ്മളെ ആവശ്യത്തിന് ഓയിലുണ്ട്, ഗ്യാസുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഒരുപാട് കളി കളിച്ചിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളുമായിട്ട് നമുക്ക് കരാറുണ്ട്. അത് 10 ബാരലെങ്കിൽ 10 ബാരൽ. ആരുടെ അടുത്തൊക്കെ എണ്ണയുണ്ടോ അവിടെ നിന്നെല്ലാം നമുക്ക് കരാറുണ്ട്. ഗ്യാസിന് കരാറുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഈ പ്രധാനമന്ത്രി പല സ്ഥലത്തും പോകുമ്പോൾ എന്തിനാണ് ഈ വിചിത്രമായ സ്ഥലത്തൊക്കെ പോകുന്നത് എന്ന് നമുക്ക് തോന്നിയിരുന്നു. 5 ദിവസം കൊണ്ട് 8 രാജ്യങ്ങൾ സന്ദർശിച്ച് വരിക. അപ്പോൾ അന്ന് ഏറെ വിമർശനമുണ്ടായി, ഇങ്ങനെയൊക്കെ ഈ ചുറ്റി നടപ്പ് തന്നെ പണി. ബട്ട് ഇപ്പോൾ മനസ്സിലാകുന്നു എന്തിനാണ് അവിടെയൊക്കെ പോയിട്ട് അവരൊക്കെ ആയിട്ട് കരാറുണ്ടാക്കിയത് എന്തിനായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമുക്ക് പരിഭ്രമിക്കാനൊന്നുമില്ല. ആകെ ഇതേ ഉള്ളൂ, ഫ്ലൈറ്റിൽ കുറച്ച് വ്യത്യാസം വരും. കപ്പലുകൾ ദൂരദേശങ്ങളിൽ നിന്ന് വരുമ്പോൾ അത്രയും കപ്പൽ കൂലി കൂടുമല്ല, അതിൻ്റെ ഒരു വർധനവ് ഓയിലിലും വന്നു എന്ന് വരാം. ഇപ്പോൾ ഗ്യാസിന് 60 രൂപ കൂട്ടി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായെന്ന് വരാം. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ നമ്മൾ രാജ്യം വളരെ സ്റ്റേബിളാണ്, നമുക്ക് പരിഭ്രമിക്കാനൊന്നുമില്ല. ഒരു രീതിയിലും ഈ യുദ്ധത്തിൽ നമ്മൾ തലവയ്ക്കരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇത് ഈ കുരങ്ങ് നമ്മുടെ അല്ല, ഈ സർക്കസും നമ്മുടെ അല്ല. നമുക്ക് കാണികളായിട്ട് ഇരുന്നാൽ മതി. കാരണം 2-3 കുരങ്ങന്മാരുണ്ട് ഈ സർക്കസ് കൊണ്ട് നടക്കുന്നവർ. അവരത് കൊണ്ട് നടന്നിട്ട് അവരുടെ ലെവലിലേക്ക് നമുക്ക് പോകാനും പറ്റില്ല. ഇപ്പോൾ ഇറാൻ്റെ കൂടെ നിൽക്കണം, ശരി, കൂടെ നിൽക്കണം, എന്ത് ചെയ്യണം? നമ്മൾ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു 2 ലക്ഷം പട്ടാളക്കാരെ തോക്കും ടാങ്കും ഒക്കെ ആയിട്ട് ടെഹ്റാനിലേക്ക് വിടാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കുമോ? അങ്ങനെ ചെയ്യുന്നത് വിവേകപൂർണ്ണമാകുക. എന്ത് ചെയ്യാൻ പോകുക അവിടെയൊക്കെ പോയിട്ട്? ഇപ്പം ചുമ്മാ ആൾക്കാരെ വെറുപ്പിക്കുക എന്നുള്ളതല്ലാതെ പ്രയോജനമൊന്നുമില്ല. പിന്നെ ഇറാൻ്റെ കൂടെ ഈ ഇറാൻ്റെ കപ്പൽ, ചേട്ടാ ഞാനും ഇവിടെ നിന്ന് അടുപ്പിച്ചോട്ടെ, അടുപ്പിച്ചോ. ഒരു കപ്പൽ മുങ്ങിപ്പോയി, 3 കപ്പലായിരുന്നു. അതിൽ ഒരാൾ പറഞ്ഞു ഞാൻ ശ്രീലങ്കയിൽ കടന്നോളാം. മറ്റേ ആൾ പറ്റില്ല, ഇന്ത്യ തീരത്ത് എന്നെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യണം. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ചുറ്റി ഇങ്ങോട്ട് പോര്, കൊച്ചിയിൽ നമുക്ക് കിടക്കാം. മറ്റേ ആൾ ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞു. പോകല്ലേ പോകല്ലേ. മറ്റ് 2 പേരും ശ്രീലങ്കയും നമ്മളും പറഞ്ഞു പോകല്ലേ, അപകടമാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊന്നും സാരമില്ല, ഞാൻ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകും. അങ്ങനെ പോയിട്ടാണ് അയാൾ ഇൻ്റർനാഷണൽ അതിർത്തിയിലേക്ക് ആ പാവം കയറിയതും അമേരിക്ക മുക്കിക്കളഞ്ഞു. അമേരിക്ക നോക്കിയിരിക്കുകയായിരുന്നു എപ്പോഴാണ് ഇവൻ ഇൻ്റർനാഷണൽ വാട്ടേഴ്സ്, അല്ലെങ്കിൽ ഇന്ത്യൻ വാട്ടേഴ്സ്, അല്ലെങ്കിൽ ശ്രീലങ്കൻ വാട്ടേഴ്സാണ്. അതിൽ കയറി മുക്കിക്കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ, മുക്കിയാൽ അതൊരു പ്രശ്നമാകും. അപ്പോൾ അതുകൊണ്ട് ഇവർ അന്തർവാഹിനി ഇങ്ങനെ വാച്ച് ചെയ്യുന്നു, എപ്പോഴാണ് ഇവൻ ഈ വര കടക്കുന്നത്. വര കടന്നു, അവർ തകർത്തു. പല കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞു കേട്ട് ഇവിടെ എങ്ങാനും കഞ്ഞി കുടിച്ച് കിടക്കാമായിരുന്നു. ഇപ്പോൾ ഇവിടെ 183 പേര് ഈ കൊച്ചിയിലുണ്ട്.